അല്ല എന്റെ വളരെ അടുത്ത സുഹൃത്താണ് കല്യാണം നടത്തുന്ന സമയത്ത് ഈ കല്യാണക്കുടി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതിനകത്ത് വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുക അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. അത് മാത്രമല്ല, പ്രത്യേകിച്ച് മുസ്ലിംസിനെ ക്രിസ്ത്യൻസിനെ ഒന്നും പോയി വിളിക്കാതിരിക്കാൻ നോക്കുക. അതല്ല ഇങ്ങനെ പറഞ്ഞു വരുന്ന ഒരു രീതി. ഫാത്ത് ഫാസിലിനെ കയറ്റണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, പുറത്ത് വെച്ച് കല്യാണം നടത്തിക്കൂ എന്നാണ് ഇങ്ങനെ പറയണത്. എന്തുവാടെ ഇത്? ഇത്രയും തലയ്ക്ക് വെളിവില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടോ നമ്മുടെ നാട്ടിൽ? ഇവരൊരു അഡ്വക്കേറ്റ് ആണെന്നൊക്കെ ഒന്നല്ലേ ഇയാള് പറയണത്? എന്തോന്നത് ഇങ്ങനെയൊക്കെ ആൾക്കാർ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമോ? ഈ അടുത്ത് നമ്മുടെ കിടിലം ഫിറോസ് ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന കിടിലം ഫിറോസ് ശബരിമല പോയിട്ടുണ്ടായിരുന്നത്. പുള്ളിക്കാരൻ പോയിട്ട് വന്നെന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചോ? എന്നിട്ട് അതിന്റെ ഇടയിലും കുറെ തെണ്ടികൾ വന്നിരുന്നു, ഇങ്ങനെ മോശമായിട്ടുള്ള കമന്റുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ പോയിട്ട് വന്നു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ എങ്ങും പോകാൻ പറ്റത്തില്ല. നാളെ ഒരു കാലത്ത് ഒരു മുസ്ലിമിന്റെ വീട്ടിൽ പോലും ഒരു ഹിന്ദുസ് പോകരുതെന്ന് ഈ ടീമുകൾ വരുത്തി തീർക്കും. ഒരു കല്യാണത്തിന് പോയതിന്റെ പേരിലാണ് ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത്. ഇപ്പൊ നമ്മുടെയൊക്കെ നാട് ഏത് രീതിയിലോട്ടാണ് പോണത്? ഇപ്പൊ ഒരു എക്സാമ്പിൾ എടുക്കാം. VK ബൈജു എന്ന് പറയുന്നൊരു പറയുന്ന അറിയും. അവൻ എന്തുവാണ് വന്നിരുന്ന് പറയുന്നത്? അവന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു വിഷത്തിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ വിചാരിച്ചൊരു കാര്യമുണ്ടല്ലോ, അവനായിരിക്കും ഏറ്റവും ഭയങ്കര വിഷമെന്നും അവനായിരിക്കും ഏറ്റവും ഭയങ്കരമായിട്ട് വർഗീയത പറയുന്നതെന്നും. പക്ഷെ അവരൊന്നും അല്ല, ഇതൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ഇവരെല്ലാരും കൂടെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണിത്. ഇത് സപ്പോർട്ട് ചെയ്യാൻ വേറെ കുറച്ച് ആൾക്കാർ. എന്തായാലും കൊള്ളാം കേട്ടോ. എന്തായാലും ഒന്നും പറയാനില്ല. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് ബേസിക്കലി പിടിക്കത്തില്ല. മനസ്സിലായോ? അവരൊക്കെ നാളെ ഒരു കാലത്ത് അയ്യോ ഒരു ഹിന്ദുവിന്റെ അടുത്ത് വേണ്ടി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉള്ളിലുള്ളൊരു പേടികളൊക്കെ ആയിരിക്കും വരുന്നത്. ഇവരൊക്കെ ആ ഒരു രീതിയിലോട്ടാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ കൊണ്ടുപോകണത്. എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.